ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. മുട്ട തിളപ്പിക്കൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ ജോലിയുള്ളവർക്കും പിന്നെ അതുപോലെ ജോലിയും കുട്ടികളും ഒക്കെ നോക്കേണ്ടി വരുമ്പോൾ എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല കറികളൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ തിരക്കുള്ള ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് മുട്ട തിളപ്പിക്കൽ. അപ്പോൾ ഈ തിരക്കുള്ള ദിവസം നമ്മൾ ഓടിപ്പടഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു കറി തട്ടിക്കൂട്ട് കറി വെക്കണേക്കാളും നല്ലത് മുട്ട തിളപ്പിക്കൽ എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് കിടക്കാം. മുട്ട തിളപ്പിക്കാനായി നമ്മളിവിടെ 3 സബോളയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത്രയും വെളുത്തുള്ളി വേണ്ട, ഒരു 2-3-4 അല്ലി എടുത്താൽ മതി. ഇവിടെ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നാക്കി വെച്ചത് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെ നന്നാക്കി വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായി മൊരിഞ്ഞു. അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ച സബോള അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് 1 ടീസ്പൂൺ എടുത്ത് നന്നായി ഇളക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ കാണിക്കണ ടീസ്പൂണില്ലേ അതല്ലാണ്ട് ഞാൻ ഉപ്പ് പിന്നെയും ഞാൻ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയോളൂ നിങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ മുട്ട ഒരു 8 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. 8 മുട്ടയാണ് നമ്മൾ ഈ കറിക്ക് വേണ്ടി എടുത്തത്. 2 തക്കാളിയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 2 തക്കാളി നന്നാക്കി വെച്ചത് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു. ഈ തക്കാളിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നമുക്ക് ആവശ്യമുള്ള മസാലകളും പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഒരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാല ഇത്രയും പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് ഇടാട്ടോ. എരിവിനോടൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടി ഇടാം. ഇവിടെ പിള്ളേർക്കൊക്കെ കഴിക്കണ്ടേ, അപ്പോൾ അവർക്ക് അങ്ങനെ അധികം എരിവ് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കുരുമുളക് പൊടി ഇടാണ്ടിരുന്നത്. മസാലപ്പൊടികളുടെയൊക്കെ കുത്തുമണം മാറിയപ്പോൾ നമ്മൾ ഒരു 3 ഗ്ലാസ് വെള്ളം അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആ വെള്ളം തിളച്ച് കഴിയുമ്പോഴാണ് മുട്ട പൊട്ടിച്ച് ഒഴിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ഉപ്പും നോക്കിയോളോട്ടോ. ഇപ്പോൾ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് മുന്നിട്ട് നിൽക്കണം ഉപ്പ്, എന്നാലാണ് മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ കറക്റ്റ് ഉപ്പാവുക. ഇവിടെ ഞങ്ങൾക്കൊക്കെ ചാറ് നല്ല ഇഷ്ടമാണ്. അതായത് ചാറ് വേണം ഞങ്ങൾക്ക് ചോറ് കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളൊരു 3 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചത്. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ നന്നായി തിളച്ച് തുടങ്ങി. ഇനി നമുക്ക് മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ വല്ല മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളായിട്ടൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ മിസ്റ്റേക്ക് എന്നെക്കൊണ്ട് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ മാറ്റാം. പിന്നെ അതുപോലെ ക്രിസ്മസൊക്കെ ആവാറായി. പിന്നെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ വീട്ടിൽ സ്റ്റാറും ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചു. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും വെച്ചില്ലേ? എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മുടെ എല്ലാ മുട്ടകളും പൊട്ടിച്ചൊഴിച്ചു. അത് കഴിഞ്ഞിട്ടൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിടാം. ഒരു പാത്രം എടുത്ത് മൂടാം. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പാത്രം തുറന്ന് ഒരു ടീസ്പൂൺ എടുത്തിട്ട് എല്ലാ മുട്ടകളും വെന്തതൊന്ന് മറിച്ചിടാം. അപ്പോൾ 2 സൈഡും നന്നായി വേവും. അപ്പോൾ ഇത് നമ്മൾ ഒരു 10 മിനിറ്റ് എടുത്തിട്ടാണ് ഈ മുട്ട വേവിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ട തിളപ്പിക്കൽ റെഡിയായി. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തോളൂ. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ ചോറുണ്ണാൻ പോവാണ്. മുട്ട തിളപ്പിക്കൽ കറി കൂട്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയൊരു മുട്ട തിളപ്പിക്കലിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ റെസിപ്പി കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വെക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോ എടുത്ത് മെസ്സേജ് അയച്ചോളൂട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.